നമുക്കിനി അവിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യമായ പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. പാളയംകുടം പഴം തന്നെ കേട്ടോ ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റ് ഐറ്റം. നമുക്ക് എല്ലാതും മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളപ്പിച്ചാറിയ പാല് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് കുറച്ചും കൂടി ഉണ്ടാവും. തണവില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് നമുക്കിതിലേക്ക് അവലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ക്രിസ്പി പരുവം, കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഒടുങ്ങി പോകുന്ന പരുവം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കപ്പലിനെയും കൂടി ഇട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ അവലിട്ട് കൊടുക്കുക, പിന്നെ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ബൂസ്റ്റാണ് കേട്ടോ. ഹോർലിക്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ലെയർ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ഓരോ ലെയറായിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്തെടുത്താലും നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് റെഡിയാണ് കേട്ടോ. ഈസി ആൻഡ് സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.